ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിലെ കുറച്ച് വീടുകളും അവിടുത്തെ ജനങ്ങളും അവരുടെ ജീവിത രീതിയുമാണ്. ഞാൻ ഇപ്പോൾ എത്യോപ്യയിലെ ഒരു ഗ്രാമത്തിലെ വീട്ടിലാണുള്ളത്. ഞാൻ ഈ ഇരിക്കുന്നതാണ് ഇവരുടെ ലിവിംഗ് റൂം എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ ബെഡ്റൂം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ഡൈനിങ് ഹാളിന്റെ അത്രമാത്രം വലുപ്പത്തിലുള്ള ഒരു ഹാൾ. അതിന്റെ ഒരു മൂലയിൽ ഒരു കട്ടിലും ജസ്റ്റ് ഒരു കർട്ടൻ കൊണ്ട് മറച്ച ഒരു ബെഡും. രാത്രിയായാൽ ഈ ലിവിംഗ് ഏരിയ അവർ കിടക്കാനുള്ള സ്ഥലമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. 12 പേരാണ് ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്നത്. നിലത്ത് ടൈലോ ഒന്നും തന്നെ ഇല്ല. മണ്ണുകൊണ്ടുള്ള ഫ്ലോറും അതിനു മുകളിലായി കുറച്ച് പുല്ലും വിതറിയിട്ടുണ്ട്. വീടിന്റെ ഒരു മൂലയിൽ ഇതുപോലെ പശുക്കളുടെ വേസ്റ്റ് ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവർക്ക് ഗ്യാസോ ഇലക്ട്രിസിറ്റിയോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ കുക്കിംഗ് ആവശ്യത്തിനുള്ള വിറകായിട്ടാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നത്. ഇത് വീടിന്റെ അകത്ത് സൂക്ഷിക്കാൻ കാരണം മഴയിൽ നിന്നും ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പുറത്ത് ഇതുപോലെ ഒരു റേഡിയോയും ഒരു ചെറിയ സോളാർ പാനലും വെച്ചിട്ടുണ്ട്. വീടിനകത്ത് ഒരു ബൾബ് മാത്രമാണുള്ളത്. അത് ഈ സോളാർ പാനൽ വഴി കണക്ട് ചെയ്ത് രാത്രിയിൽ യൂസ് ചെയ്യുന്നു. അതുപോലെ ഈ റേഡിയോ വഴിയാണ് അവർ പുറം ലോകത്തെ വിവരങ്ങൾ അറിയുന്നത്. ക്യാമറ കണ്ടപ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നി. കൂടെ വന്ന് സെൽഫി എല്ലാം എടുത്തു. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഇത്തരം കാഴ്ചകൾ നമ്മുടെ ചാനലിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. കൂടെ ഒന്ന് ഫോളോ കൂടി ചെയ്തോളൂ. വീടിന്റെ പുറത്ത് ചുമരിൽ ഇതുപോലെ മൃഗങ്ങളുടെ തൊലി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഉണക്കിയതിനു ശേഷം അവർ ഇതുപോലെ ബെഞ്ചിന് മുകളിൽ ഇരിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇതിനെ ചെറിയ നീളത്തിലുള്ള നാരുകളാക്കി ഇതുപോലെ മുടഞ്ഞെടുത്ത് ബെഞ്ചായി ഉപയോഗിക്കുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഇവർ സ്വന്തമായി നിർമ്മിച്ചതാണ് എന്നതാണ്. ഈ ബെഞ്ചിൽ വിരിച്ചിരിക്കുന്ന തുണിയും ഇവർ സ്വന്തമായി ഹാൻഡ്മെയ്ഡിൽ നിർമ്മിച്ചതാണ്. ഇനി നമുക്ക് ഇവരുടെ കിച്ചണിലെ വിശേഷങ്ങൾ കാണാം. ഇവർ ഇപ്പോൾ നമുക്കുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് പോലെ പഴയ ശൈലിയിലുള്ള അടുപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇന്നത്തെ കാലത്ത് ഈ രീതിയിലുള്ള അടുക്കളയൊക്കെ കാണാൻ വളരെ പ്രയാസമാണ്. ഇവർക്ക് ഇവരുടേതായ ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണങ്ങളുണ്ട്. ഇവരുടെ ഭക്ഷണങ്ങളെ കുറിച്ചുള്ള കാഴ്ചകൾ നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ കാണാം. ഇതാണ് ഇവരുടെ അലമാര എന്ന് പറയുന്നത്. എല്ലാം മണ്ണിൽ നിർമ്മിച്ചതാണ്. കാണുമ്പോൾ തന്നെ കൗതുകം തോന്നും. ഇദ്ദേഹമാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഈ വീട് സന്ദർശിച്ച് തിരിച്ചു പോകാനാണ് പ്ലാൻ ഉണ്ടായിരുന്നതെങ്കിലും ഇദ്ദേഹം പറഞ്ഞു ഇന്ന് ഇവിടെ താമസിക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളിലെ രസകരമായ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന്. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചു. ആഫ്രിക്കക്കാർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. നല്ല സന്മനസ്സുള്ള ആളുകളാണ്. ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കാര്യമാണ്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ രാത്രി വെളിയിൽ തീയെല്ലാം കത്തിച്ച് നമുക്ക് ഒരു ചെറിയ ക്യാമ്പ് ഫയർ അവർ ഒരുക്കി തന്നു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോഴേക്കും അവർ നമുക്ക് വേണ്ടി കേക്ക് എല്ലാം ഉണ്ടാക്കിയിരുന്നു. കൈ കഴുകാൻ വെള്ളവും പാത്രവുമായി അവർ നമ്മുടെ അടുത്തേക്ക് വന്നു. കണ്ടപ്പോൾ മനപ്രയാസം തോന്നിയെങ്കിലും ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന ഇവിടുത്തെ ഒരു രീതിയാണ് ഇത് എന്നാണ് അവർ പറയുന്നത്. എല്ലാവരും കേക്കെല്ലാം കഴിച്ച് പിന്നെ ഉറങ്ങാനുള്ള സമയമായി. അവർ നമുക്ക് അവരുടെ കർട്ടൻ കൊണ്ട് മറച്ച ബെഡിൽ ഉറങ്ങാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തു തന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വീട്ടിൽ ഉറങ്ങുന്നത്. നേരം പുലരാൻ തുടങ്ങിയപ്പോൾ തന്നെ കോഴി കൂവാൻ തുടങ്ങി. രാവിലെ 5 മണിക്ക് തുടങ്ങിയ കൂവൽ 7 മണിയായിട്ടും ഇദ്ദേഹം നിർത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഫ്രഷായി ഇവിടുത്തെ പരിസരങ്ങളിലുള്ള കാഴ്ചകൾ കാണാൻ ഇറങ്ങി. ഒരു വീടിന്റെ ചുമരിൽ ഒരു ചെറിയ വിൻഡോയും അതിന് താഴെ ഒരു ടേബിളും കണ്ടു. ചെന്ന് നോക്കിയപ്പോൾ ഈ ഗ്രാമത്തിലെ ഒരു പലചരക്ക് കടയായിരുന്നു അത്. ഇതിന്റെ അകത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. അതിനുശേഷം നമ്മൾ പോയത് ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു വീട്ടിലേക്കാണ്. ഈ വീടിന് ഒരു ചരിത്രവുമുണ്ട്. പണ്ട് കാലത്ത് എത്യോപ്യയിലെ ജനങ്ങൾ ജീവിച്ചിരുന്ന അതേ വീട് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വീടിന്റെ പേര് തന്നെ ഇവരുടെ ഭാഷയിൽ സാർ ബൈത്ത് എന്നാണ്. സാർ എന്ന് വെച്ചാൽ പുല്ല് എന്നും ബൈത്ത് എന്ന് വെച്ചാൽ വീട് എന്നുമാണ്. അതായത് പുല്ലുകൊണ്ടുണ്ടാക്കിയ വീട്. ശരിക്കും പറഞ്ഞാൽ ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. ഇദ്ദേഹത്തിന്റെ വീടാണിത്. നിങ്ങൾ ഈ കാണുന്നതാണ് ഇവരുടെ ഉറങ്ങുന്ന സ്ഥലം. ഒരു മൂലയിൽ ഇതുപോലെ അടുക്കളയുണ്ട്. ഏറ്റവും സങ്കടം തോന്നിയത് ഈ ബെഡിനോട് ചേർന്ന് വീടിനകത്ത് തന്നെ പശുക്കളുടെ തൊഴുത്തും ഉണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, കൊതുകും പ്രാണികളുമായി ഇവർ എങ്ങനെയാണ് ഈ വീട്ടിൽ കിടന്നുറങ്ങുന്നത്? ഇവർക്ക് ഫ്രിഡ്ജ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ കോഴിയും മട്ടനും എല്ലാം ഇതുപോലെ മാംസങ്ങളാക്കി ഒരു കയറിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് ഇങ്ങനെ ചെയ്താൽ കേടുവരില്ല എന്നാണ്. എന്തൊരു ജീവിതം!
പണമില്ലെങ്കിലും ജീവിക്കാം എന്ന് പഠിപ്പിച്ചു തരികയാണ് ഇത്തരം മനുഷ്യർ. നമ്മളിൽ എത്രയെത്ര ആളുകളാണ് ചെറിയ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത്. അവർക്കൊക്കെ ഒരു പാഠമാണ് ഇവരുടെ ഈ ജീവിതം. ഇവരുടെ പ്രധാന വരുമാനം ഇതുപോലെ കന്നുകാലി വളർത്തലും കൃഷിപ്പണിയുമാണ്. ഒരു വർഷത്തേക്കുള്ള ധാന്യങ്ങൾ ഇതുപോലുള്ള വലിയ കുട്ടകളിൽ സ്റ്റോർ ചെയ്ത് വേണ്ടത് ആവശ്യത്തിന് അതിൽ നിന്നെടുത്ത് ഉപയോഗിക്കുന്നു. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഈ വില്ലേജിൽ കാണാനുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്ത് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം ഇവിടെ നിർത്താം. വീഡിയോ പരമാവധി ഷെയർ ചെയ്തോളൂ. നിങ്ങളുടെ ഓരോ ഷെയറും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ നമുക്ക് ഒരു പ്രചോദനമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം.